ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നുള്ള മുദ്രാവാക്യം ആവർത്തിച്ച് AKG സെന്ററിൻ്റെ പരിസരങ്ങളിൽ ഉടനീളം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പശ്ചാത്തലത്തിൽ കാണുന്ന ആ VSൻ്റെ ചിത്രം നോക്കുക. രക്തപശ്ചാത്തലത്തിലുള്ള ആ ചിത്രം, അതിൻ്റെ മുന്നിൽ മാത്രമല്ല AKG സെന്ററിൻ്റെ മൊത്തം പരിസരത്ത് AKG സെന്ററിലേക്ക് നീളുന്ന വഴികളിൽ ഉടനീളം ഒരേ ഒരു വാക്ക് മാത്രമേ ഇപ്പോൾ മുഴങ്ങുന്നുള്ളൂ. VS എന്നുള്ള വാക്ക് മാത്രം. അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി, അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി, കൈ ഉയർത്തി സഖാവേ എന്ന് ആഞ്ഞൊന്ന് വിളിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നവരുടെ വലിയ കൂട്ടം. പൊതുദർശനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഓരോരുത്തരായി വന്ന് അഭിവാദ്യം അർപ്പിച്ച് പോകുന്നു. ആ അഭിവാദ്യങ്ങളിൽ ഭൂരിപക്ഷവും കൈകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് സഖാവേ എന്നുള്ള രീതിയിലുള്ള അഭിവാദ്യമാണ് AKG സെന്ററിൽ നിന്ന് ഇപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് എത്രത്തോളം ഇരുട്ടിയാലും പുറത്ത് മഞ്ഞ് വീണാലും ഈ ആൾക്കൂട്ടത്തിൻ്റെ വരവിന് ശമനമുണ്ടാവില്ല. തിരുവനന്തപുരത്ത് നിന്ന് D. ബിനോയിലേക്ക് നമ്മൾക്ക് ഒരിക്കൽ കൂടി പോകേണ്ടി വരുന്നു. D. ബിനോയ്, അവിടെ പൊതുദർശനം കൃത്യമായി അതിൻ്റെ ഔപചാരികമായ രീതിയിൽ ആരംഭിച്ചിരിക്കുന്നു അല്ലേ? പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഒരു ഈ കടലിലെ തിരമാലകൾ ഇങ്ങനെ തരംഗം പോലെ തല്ലി വരുന്നത് പോലെ ആ മുദ്രാവാക്യം കണ്ണേ കരളെ എന്നുള്ള മുദ്രാവാക്യം നമുക്കിപ്പോഴും കേൾക്കാൻ കഴിയുന്നു. അവിടെ ആ സ്ഥലം AKG സെന്ററും പരിസരവും എല്ലാം ആ മുദ്രാവാക്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നുവെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു നേതാവിനും കിട്ടാത്ത തരത്തിലുള്ള ഒരു അന്ത്യാഭിവാദ്യം അത് സാധാരണക്കാരന്റെ ഭാഗത്തു നിന്നും സാധാരണ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഇങ്ങനെ അലകൾ പോലെ ഉയർന്നു പൊങ്ങുകയാണ് കണ്ണേ കരളെ VS എന്നുള്ള ആ മുദ്ര. മറ്റൊരു മുദ്രാവാക്യം ഇവിടെ കേൾക്കാനില്ല. ഇല്ല 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 മരിച്ചിട്ടില്ല, VS ജീവിക്കും നമ്മളിലൂടെ തുടങ്ങിയ രണ്ട് മുദ്രാവാക്യങ്ങൾ മാത്രമാണ് ഇവിടെ വലിയ ശബ്ദത്തിൽ നമുക്ക് മുഴങ്ങിക്കേൾക്കാൻ കഴിയുന്നത്. അതേ മുദ്രാവാക്യം തന്നെ നമ്മൾ കണ്ടതാണ് SUT ആശുപത്രിയിൽ നിന്നും അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വാഹനത്തെ പിന്തുടർന്നുകൊണ്ട് ആളുകൾ മുഴക്കിയ ആ മുദ്രാവാക്യം. അത്തരത്തിൽ തിരുവനന്തപുരം നഗരം പൂർണ്ണമായും AKG സെന്ററിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ ഇപ്പോഴാണ് പൊതുദർശനം ആരംഭിച്ചത്. ഏകദേശം ഒരു 12 മണി കഴിഞ്ഞാലും പൊതുദർശനം അവസാനിപ്പിക്കാത്ത തരത്തിലുള്ള തിരക്കാണ് റോഡിന് പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് സാധാരണ ജനങ്ങളാണ്, സാധാരണ മനുഷ്യരാണ്, VSനെ ഇഷ്ടപ്പെട്ടവരാണ്, VSനെ സ്നേഹിക്കുന്നവരാണ്. അങ്ങനെ ആ ജനക്കൂട്ടം ഒരു പക്ഷേ VSനെ ഒരു നോക്ക് കാണാതെ മടങ്ങിപ്പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം 2 വർഷമായി VS അങ്ങനെ പൊതുവേദികളിലൊന്നും തന്നെ പ്രത്യക്ഷപ്പെടാറില്ല. നേരത്തെ MS സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഞാൻ പറയാം. അദ്ദേഹം വലിയ തരത്തിൽ രോഗബാധിതനാകുന്നതിന് തൊട്ട് മുമ്പ് വരെ 4 പത്രങ്ങൾ അദ്ദേഹത്തിന്റെ സഹായികളായ ആളുകൾ വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. കഴിഞ്ഞ പിറന്നാൾ ദിവസമൊക്കെ തന്നെ അത്തരത്തിൽ പത്രം വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. പത്രം കൃത്യമായി കേരളത്തിലെ ഇന്ത്യയിലെയും ഓരോ രാഷ്ട്രീയ നീക്കങ്ങളും അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അതൊക്കെ തന്നെ അദ്ദേഹം കേട്ടുകൊണ്ട് ഇരിക്കുമായിരുന്നു. അത്തരത്തിൽ വാർത്തകളുടെ ലോകത്ത് അദ്ദേഹം പുറത്തു നിറഞ്ഞിരുന്നില്ലെങ്കിലും വാർത്തകൾ കേൾക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന്റെ മുറിയിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അവസാന നാളുകൾ വരെ അദ്ദേഹം പത്രവാർത്തകൾ കാണുമായിരുന്നു അല്ലെങ്കിൽ കേൾക്കുമായിരുന്നു എന്ന് പറയാൻ കഴിയും. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ അവസാന നാളുകൾ വരെയും അദ്ദേഹത്തിന് ഈ 2 വർഷമായിട്ട് അദ്ദേഹത്തെ കാണുവാൻ പൊതുജനങ്ങൾക്ക് അവസരം കിട്ടിയിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ പ്രത്യേകിച്ചും കോവിഡ് ഒക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ കോവിഡ് വ്യാപന സമയത്ത് തന്നെ ആർക്കും അവിടെ പ്രവേശനമില്ലായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് മുതൽ തന്നെ അദ്ദേഹത്തിനെ കൃത്യമായി ഒരു പരിരക്ഷ കുടുംബാംഗങ്ങൾ ഒരുക്കിയിരുന്നു എന്ന് പറയാം. അതിനെല്ലാം ഉപരിയായി മറ്റൊരു കാര്യം പറയേണ്ടത്, VSന്റെ വിവാഹ വാർഷികം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം
നമ്മൾ വിട പറഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസമായിരുന്നു വിവാഹ വാർഷികം. ഒപ്പം അത് കുടുംബാംഗങ്ങൾ തന്നെ നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഈ 30 ദിവസവും അദ്ദേഹത്തെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പല രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോൺഗ്രസ് ആയാലും BJP ആയാലും CPM ആയാലും CPI ആയാലും ഒക്കെ ഇവരുടെ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി ഈ സ്വകാര്യ ആശുപത്രിയിൽ വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനുമായും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമായിരുന്നു. അവസാന നിമിഷങ്ങൾ വരെയും, അതായത് കഴിഞ്ഞ ദിവസവും ഒക്കെ തന്നെ VS മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷ കുടുംബാംഗങ്ങളും പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ ദിവസങ്ങൾ, അദ്ദേഹം ആശുപത്രിയിൽ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഭരണപരിഷ്കാര കമ്മീഷൻ ആയിരുന്ന സമയത്തുമൊക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന, അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾ എല്ലാ ദിവസവും ആശുപത്രിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും, ചിലപ്പോൾ രാത്രി വളരെ വൈകുന്നത് വരെയുമൊക്കെ ആശുപത്രിക്ക് പുറത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രോഗവിവരങ്ങൾ അറിയുന്നതിനും അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ പങ്കുവച്ചും അത്രയധികം അങ്ങനെ VS പൊതുവെ പുറത്ത് ഒരു സ്നേഹവും അല്ലെങ്കിൽ സ്നേഹപ്രകടനവും വാത്സല്യമോ ഒന്നും കാണിക്കുന്ന നേതാവല്ല. ഒരു ചിരി, തല ഉയർത്തിയുള്ള ഒരു ചിരി, അതിനപ്പുറം മറ്റൊന്നും പ്രിയപ്പെട്ടവരോട് അദ്ദേഹം അങ്ങനെ പറയാറില്ല, സംസാരിക്കാറില്ല. അദ്ദേഹത്തിന്റെ ഈ പിറന്നാൾ തന്നെ വളരെ ഭംഗിയായി പിറന്നാൾ, അതായത് അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് ഈ പിറന്നാൾ ചടങ്ങുകൾ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം ചോറുണ്ണുന്നതും അദ്ദേഹം ആഹാരം കഴിക്കുന്നതൊക്കെ എല്ലാവർക്കും കാണാമായിരുന്നു. വീഡിയോയിൽ ദൃശ്യങ്ങൾ പകർത്താമായിരുന്നു. ഒപ്പം അവിടെ അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിവസം എത്തുന്നവർക്ക് മധുരം കൃത്യമായി നൽകിയിരുന്നു. നിറചിരി. അതെ, ആ ഒരു മധുരത്തിന്റെ